USS ചോദിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പഠിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. തന്നിരിക്കുന്ന പ്രസ്താവന വായിച്ച് ഉത്തരം കണ്ടെത്തുക. റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ചെയ്യുക. വായുവിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം, വാട്ട് ഇസ് ദ മെയിൻ എലമെന്റ് പ്രസന്റ് ഇൻ എയർ? അന്തരീക്ഷത്തിൽ 78% ആണ് ഇതുള്ളത് എന്ന് പറയുന്നു. ഏത് മക്കളെ ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് നൈട്രജൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലേടെ മക്കളെ, നൈട്രജൻ. കാരണം 78%ഉം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഒന്നാണ് നൈട്രജൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. ചിത്രത്തിൽ കാണുന്ന സംഘടനാ സംവിധാനം ഏതെന്നാണ്? ഹരിതകർമ്മസേന, ഭക്ഷ്യസുരക്ഷ, തൊഴിലുറപ്പ്, പാലിയേറ്റീവ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഹരിതകർമ്മസേനയാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പൊ ഹരിതകർമ്മസേനക്കാരെ നമ്മുടെ വീടുകളിൽ വന്ന് എന്താണ് അജൈവമായിട്ടുള്ള നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങളായിട്ടുള്ള പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഹരിതകർമ്മസേന എന്ന് പറയുന്നത്. ഇത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിലോട്ടുള്ള ഒരു മാറ്റം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന സംഘടനാ സംവിധാനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലടാ. കേരള ഗവൺമെന്റ് ആണ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്തിട്ടുള്ളത്. പഞ്ചായത്ത്, മുനിസിപ്പാലൊക്കെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ശരിയായ പ്രസ്താവന ഏതാ? പഴത്തൊലി, പച്ചക്കറി എന്നിവ ജൈവ മാലിന്യങ്ങളിൽ പെടുന്നു. ആൻഡ് മെറ്റൽസ് ആൻഡ് ബാറ്ററീസ് നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. ജൈവ മാലിന്യങ്ങൾ മണ്ണിന് ദോഷകരമാണ്. അജൈവ മാലിന്യങ്ങൾ മണ്ണിൽ ലയിക്കുന്നു. ഏതാ മക്കളെ ആൻസർ വരാ? പഴത്തൊലി, പച്ചക്കറി എന്നിവ ബയോഡിഗ്രേഡബിൾ ആണ്. അതുപോലെ മെറ്റൽസ് ആൻഡ് ബാറ്ററീസ് എന്ന് പറയുന്നത് നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. ഇത് രണ്ടും ശരിയായിട്ടുള്ള ആൻസർ ആയതുകൊണ്ട് ഉത്തരം 1ഉം 2ഉം ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ചെറിയ ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പഠിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ടുള്ള ഒരു ബാച്ച് ആണ് ധ്രുവ ബാച്ച്. അപ്പൊ എന്റെ മക്കളെ മാക്സിമം ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. എക്സാം സെറ്റ് ആക്കുക.